എനിക്ക് നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ സ്പോൺസർഷിപ്പ് വിസ കിട്ടിയത് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന വഴിയാണ്. 6 years ago ഞാൻ ഫുൾ ടൈം പ്രോഡക്റ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്കൊരു ഫ്രീലാൻസ് പ്രൊജക്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി ഫ്രം ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഫ്രീലാൻസ് വർക്ക് കിട്ടിയെന്നല്ലേ? അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓരോ ഡിസൈൻസ് ബിഹൈൻഡ്സിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു, ജസ്റ്റ് ടു ഗെറ്റ് സം ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്. ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു DM കിട്ടുവാണ്, വി ലൈക്ക് യുവർ ഡിസൈൻസ്, ആർ യു ഇൻട്രസ്റ്റഡ് ടു വർക്ക് വിത്ത് us ആസ് എ ഫ്രീലാൻസർ. ഈ പോസ്റ്റൊക്കെ ഇപ്പോഴും കാണാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പഴയ പോസ്റ്റുകളിൽ ഇപ്പോഴും എൻ്റെ ഡിസൈൻസ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഡിസൈനോടുള്ള ഒരു പാഷന്റെ പുറത്ത് ഞാൻ ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തു. അന്നൊക്കെ ഓസ്ട്രേലിയയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ 1 അവർ ഈ ഡിസൈനിന് വേണ്ടി ചാർജ് ചെയ്യുന്നത് $160 മുതൽ $200 ആയിരുന്നു. അപ്പോൾ അതിന്റെ പകുതിയോ നമ്മൾ ചാർജ് ചെയ്താൽ പോലും നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് അവർലി ചാർജ് ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ 1-2 വർഷം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ വർക്ക് ചെയ്തു. അറ്റ് 1 പോയിന്റ് അവർ ഓസ്ട്രേലിയയിലോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എസ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. പക്ഷേ ഇതിനിടയ്ക്കുള്ള ഡോക്യുമെന്റ് പ്രോസസ് ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ ജോബ്സ് കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് സൈറ്റ്സ് ഞാൻ ഇവിടെ ചേർക്കാവേ. ഫ്രീലാൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സ്പോൺസർഷിപ്പ് കിട്ടാൻ. കുറച്ച് നാള് റിമോട്ടായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ പൊട്ടൻഷ്യൽ ടാലന്റും സിൻസിയാരിറ്റിയും പാഷനും ഒക്കെ കാണിച്ച് അവരുടെ ട്രസ്റ്റ് എൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത വീഡിയോയിൽ ഈ ഫ്രീലാൻസ് വർക്ക് അല്ലാതെ വേറെ എന്തൊക്കെ മെത്തേഡാണ് ഈ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ളത് എന്നുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരാം. സ്റ്റേ ട്യൂൺഡ്.